നമ്മളൊരു ഷോയ്ക്ക് പോയപ്പോൾ ദിലീപും ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട്. പോയി സ്റ്റേജിന് ഇതുപോലെ ഗ്രീൻ റൂമിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി കൊടുത്തന്നെ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട്. അവൻ ഓഡിയൻസിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമല്ലോ. ഞാൻ ഏതോ തമിഴോ ഹിന്ദിയോ ഏതൊക്കെ പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലടാ ബീപ്പിട്ട് ഒരു സാധനം പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമല്ലോ നമ്മുടെ ചെവിയിൽ ഒരുത്തൻ തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനത് കയറി അപ്പോഴേക്കും മണി അടുത്ത സ്കിറ്റിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ കള്ളി കൊണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് തമ്മിൽ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഞാൻ പാടി കയറി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാടാ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അവൻ തെറി പറഞ്ഞു പറഞ്ഞു. ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിറ്റല്ലേ, സ്കിറ്റ് വേണ്ട. അപ്പോൾ വേറെ ആൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫീമെയിൽ വരെ. എൻ്റെ പാട്ടിട്, നാടൻ പാട്ടിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാടൻ, നീ സ്കിറ്റ് കളിക്കാൻ. എടാ നാടൻ പാട്ടിന് കള്ളിമുണ്ട് മതി, നീ എൻ്റെ പാട്ട് അനൗൺസ് ചെയ്യിപ്പിക്കും. അങ്ങനെ മണിയുടെ പാട്ടിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്റ്റേജിൻ്റെ ഇവിടെ നിന്നോളാം, എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ നീ കാണിച്ചു തന്ന ആളെ. അങ്ങനെ മണി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു തന്നെ കാണിച്ചിട്ട് ഇതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചറിയൽ പരേഡ് ഗാനമേള നടന്നുകൊണ്ടിരിക്കണേണ്ടല്ലേ. ഞാൻ അവിടുന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് മറ്റേ അല്ല അപ്പോഴേക്കും ഇവനെ അടുത്ത റോയിൽ പോയി മീൻകാരി പെണ്ണിനെ അങ്ങനെ കിട്ടി, സാധനത്തിനെ കിട്ടി. ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഓഡിയൻസ് കാണുമ്പോൾ അയാളെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് മണി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ അവന്റെ കഴുത്തിലെ അതേ സീൻ ഈ കൈയുടെ ഇടയിലൊക്കെ അവന്റെ കഴുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, ഇങ്ങനെ മുട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അടിനാഭിക്കുണ്ട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അളിയാ ഓക്കെ. ഇത് പിന്നീട് ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിലെങ്ങാണ്ട് പുള്ളി ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളീ പറഞ്ഞു വരുന്നത് അദ്ദേഹം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഒരു വില, സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നത്, വിളിച്ചന്വേഷിക്കുന്നതിനൊന്നും ഒരു ലിമിറ്റ്ലെസ് ആണ്. ബാക്കി എല്ലാവരും ചെയ്യും, സഹായം ചെയ്യുമെന്ന് വെച്ചപ്പോൾ നിങ്ങളോ ഞാനോ ഒക്കെ എല്ലാവരും ചെയ്യും. പക്ഷെ നമുക്കൊരു പരിധി ഉണ്ടാവും, ഏതോ ഒരു പോയിന്റിൽ ഇതിനൊരു പരിധി നിർത്തും. പക്ഷേ പരിധികളില്ലാതെ ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം നാദർഷക്ക ഞാൻ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ നാടൻ പാട്ടുകൾ ചേലിൽ പാടുന്ന മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലിൽ ഓർമ്മയിലെന്ന്